ഇവിടുത്തെ സ്റ്റോൺസ് ഒക്കെ നോക്കാൻ വേണ്ടി ഭയങ്കര സ്പെഷ്യലാട്ടോ, അടിപൊളിയാണ്. കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കഴിയും. അയ്യോ അടിപോയി. നൈസ് സ്റ്റോണാണ്, നൈസ് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള. വൈറ്റ് സ്റ്റോണുമോ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡായിട്ടുള്ളൊരു സാധനമാണ്. എന്ത് ഭംഗിയാന്നറിയോ കേട്ടോ, നല്ല രസമുണ്ട്. കുറച്ചറിഞ്ഞ് റിവറിൽ കൂടെയാണ് ട്രക്കിങ് മൊത്തം. നല്ല ഏതെങ്കിലും അടിപൊളി സ്പെഷ്യൽ ഏതെങ്കിലും കല്ല് കിട്ടാന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് വേണം ലോക്കറ്റ് ഉണ്ടാക്കാൻ. മലാന എന്നുള്ള കല്ല് വെച്ച് ലോക്കറ്റ്. റിവർ സൈഡിലുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ മെയിൻ റോഡ് എത്തിയിട്ടോ. റോപ്പ് വേ കുറച്ചും കൂടി തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ക്യാമ്പറിൽ വേണം കുറച്ച് നേരം കൂടി ട്രാവൽ ചെയ്യാൻ. ബാക്കിന് തന്നെ നമുക്ക് ഈ ക്യാമ്പർ വീഡിയോ കൂടി ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത്രയും പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തേണ്ടത് അവിടെയാണല്ലോ. അതാണ് മലാന വില്ലേജ്. നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ മുകളിലായിട്ട് അതിൻ്റെ റോപ്പ് വില്ലേജിലേക്ക് പോണത് കാണാൻ പറ്റുമോ. ഇനി കുറച്ച് നേരം ക്യാമ്പർ മൂടാവാം. റോഡൊക്കെ കുറച്ച് ശോകമാണ്, പക്ഷെ ക്യാമ്പർ ആയതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടം വരെ നമുക്ക് ക്യാമ്പറിലെത്തി. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രക്കിംഗ് ആണ്. ഇനി ഇവിടെ നിന്നുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ബ്ലോക്ക് ആവാണ്. ഇത് പൊട്ടിപ്പൊളിഞ്ഞ അടിയിലേക്ക് വീണുപോയി. ഇപ്പോൾ ഇവിടെ നിന്ന് മുകളിൽ കയറാൻ വേറെ വഴിയില്ല. പിന്നെ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് കയറി ഇവിടുന്ന് ക്യാമ്പറുണ്ട്, നോക്കണം, എന്നിട്ട് വേണം അങ്ങനെ. മലാന അവിടെ വിസിബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്യാമ്പിങ് നടക്കാത്തതുകൊണ്ട് മേളിൽ കയറി കഴിഞ്ഞിട്ട് അടുത്ത ക്യാമ്പർ നമ്മളെ ഫ്രീ ആയിട്ട് മേളിൽ എത്തിച്ചേരാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് മൂവ് ചെയ്യാൻ പോവാണ്. ഷിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഏകദേശം മലാനയ്ക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കയറി അതിൻ്റെ എൻട്രി റോഡ് വരാം. ഇവിടെ നമുക്ക് ഇതേ മലാന കാണാൻ പറ്റും. വിഷ്വൽ അത്ര ക്ലിയർ അല്ല. ഈ റോപ്പിംഗ് സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യണത്. ശരിക്കും റോപ്പേഴ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ ലോക്കായിട്ട് എടുക്കുന്നുണ്ട്. എന്തോ ഒരു സാധനം മേളിൽ നിന്ന് തട്ടിയിട്ട് കേട്ടോ, എന്നിട്ടൊന്നും മനസ്സിലായില്ല. ഇവയൊക്കെ അടിഞ്ഞു കിട്ടാൻ കേട്ടോ, സീനാണ്. സ്നോയൊക്കെ വെറും കഥയാണ്. ഇവിടുത്തെ സ്ഥിരം കാഴ്ചയുണ്ട്. മലാന റിവർ അടിയിൽ പോകും. നമ്മുടെ ഓപ്പോസിറ്റ് ആണ് ഈ വില്ലേജ് ഉണ്ടോ, മലാന വില്ലേജ്. എവിടേക്കാണ് നമ്മൾ ട്രക്ക് ചെയ്ത് എത്താനുള്ളത്. സുനാന ചുള്ളനടുത്ത് ഭയങ്കര ഉറക്കമുണ്ട്. ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ, വലിയ കാര്യങ്ങളൊക്കെ പോയി കിടത്തുന്ന ആൾ ഇയാളെ. അപ്പം ഞങ്ങൾ പരിപാടി തുടങ്ങാൻ പോണ്. എൻട്രി ഗേറ്റ് വരെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇനി ഇവിടെ തുടങ്ങാൻ പോകണേ ഉള്ളൂ യുദ്ധം. അപ്പോൾ ഞങ്ങൾ തുടങ്ങിയിട്ടോ ഒരു യുദ്ധത്തിനുള്ള പരിപാടി ഞങ്ങളിവിടെ അറ്റൻഡ് ചെയ്യാണ്. കുറച്ച് സ്റ്റെപ്സ് ഇറങ്ങാണ്ട് കേട്ടോ. പോണ വഴിക്ക് തന്നെ നമുക്ക് പഴയ മോഡലുള്ളൊരു വീട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ പഴയ കൺസ്ട്രക്ഷൻ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ റൈറ്റ് സൈഡിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെ പറഞ്ഞ് ഇതെങ്ങനെയുണ്ട്. നമുക്ക് സത്യം പറഞ്ഞ അറ്റത്ത് മലാന നന്നായിട്ട് കാണാൻ പറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമുക്ക് സുസ്തി വായിക്കൊരു ചെറിയ ചിന്ത വരുന്നത്, ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന്. അപ്പം ഞങ്ങൾ ഇനി മലാന പോകുന്നത് ഒരു പെണ്ണും കൂടി തപ്പിയിട്ടാണ്. കേരളത്തിൽ നിന്ന് മലാനയ്ക്ക് ഒരു കല്യാണം, അതായിരിക്കും. ഓക്കെ,
ഞങ്ങൾ ആ സ്റ്റെപ്സ് ഇങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി അപ്പുറത്ത് നിന്നിട്ട് വേണം ഇനി അത് വലിയത് കയറി തുടങ്ങാൻ. ഞങ്ങൾ മലയിൽ ഫസ്റ്റ് തന്നെ അഗസ്റ്റിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നടന്ന് കയറുന്നതിനനുസരിച്ചുള്ള വ്യൂ ഒക്കെ ഹെവി ഉണ്ടോ. ഓണവഴിക്ക് കുറച്ച് അളിയന്മാരെ കിട്ടിയിട്ട് കമ്പനിക്ക്. അളിയന്മാർ വൻ സീനാണ്. ഇവിടെ എന്തിട്ട് നടക്കണമെന്ന് അറിയാണ്ട് നോക്കിക്ക. ബൈ ദ വേ ഇവിടെയും അടിപൊളി പരിപാടി നടക്കുന്നുണ്ട്. അഗസ്റ്റിൻ്റെ ഇവിടെ ലോക്കായി. ഒരു നിപ്പ് കണ്ടിട്ട് ശരിക്കും തിരുവല്ല കേട്ടോ. അളിയനും ഇവിടെ എന്തിട്ട് നടക്കണമെന്ന് അറിയാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്ട. പോകാനുള്ള വഴിയുണ്ടാകാറുണ്ട്. ഇങ്ങനെ കയറി നമ്മുടെ ഏറ്റവും അവസാനം ആ വില്ലേജിൽ. വഴിയൊക്കെ അത്രയും വൃത്തിയായിട്ട സെറ്റപ്പിലാണ്. കുറച്ച് ഏരിയ തുടക്കത്തിൽ നിന്നുള്ള കുറച്ച് ഏരിയ മാത്രമേ ക്ലീൻ ചെയ്ത് സെറ്റായിട്ടുണ്ട്. ബാക്കിയൊക്കെയും പഴയ പോലെ പഴയ ഇതിനേക്കാളും കഷ്ടമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഇതൊക്കെ കണ്ട അടിപൊളിയാണ്. അങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ മലാന റിവർ സൈഡിൽ എത്തിയേക്കുണ്ടോ. ഇവിടെയും അത്യാവശ്യം പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലാന റിവറൊക്കെ അത്യാവശ്യം എഫക്റ്റഡ് ആണ് കഴിഞ്ഞ ഫ്ലഡിൽ തന്നെ. കാലികമായിട്ട് ഇങ്ങനെ ഒരു പാലമുണ്ട് ഇപ്പോൾ ഇത് ക്രോസ് ചെയ്യാനായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അങ്ങനെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. മലാന റിവർ ക്രോസ് ചെയ്യുന്നു. അടിപൊളി സൺസെറ്റ് ഒന്നും അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. പോണതിൻ്റെ ഇടയിൽ ഒരു ക്യാമ്പ് കിട്ടിയിട്ടാണ്. നമ്മൾ റിവർ സൈഡ് ആയിരുന്നോണ്ടേ നമ്മുടെ കൈയൊക്കെ ആകെ മരയിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ മാക്സിമം ഹീറ്റൊക്കെ പിടിച്ചിട്ട് മേളിലേക്ക് കയറാൻ പോകുന്നു.